Hello. Welcome to market discussion of the day. Today, August 12th, 2025, ട്യൂസ്ഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് വരും എന്നുള്ള കാര്യമാണ് അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് CPI ഡേ ആണ്. US ഇന്ന് CPI വരുന്ന ദിവസമാണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളുടെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിങ് 1:30 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് പൊസിഷൻസ് ഉള്ള ആൾക്കാർ പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ അതിന് മുന്നേ ആയിട്ട് ഇന്ത്യയുടെ CPI വരുന്നുണ്ട്. അത് മാർക്കറ്റിനെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് വളരെ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഇന്നല്ല നാളെ ആയിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്ന് CPI മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. നമുക്ക് നാളെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടെക്നിക്കലായിട്ട് നോക്കി പോകാവുന്നതുമാണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് മാത്രമാണ് നാളെ വരാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ദിവസം ഇന്നാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, നമുക്ക് വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15-ാം തീയതി, നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി നമുക്കറിയാം എന്താണ് ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം അല്ലേ. പക്ഷേ ഈ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മളുടെ റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലുള്ള ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് ബേസിക്കലി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. സോ ആ മീറ്റിംഗ് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അതുമായിട്ട് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്താണ് അതിനകത്ത് പറയാൻ പോകുന്നത്, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. അത് ഉറപ്പായിട്ടും ഗോൾഡിലും എഫക്റ്റ് ഉണ്ടാക്കും. അതേപോലെ തന്നെ യൂറോയിലും അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ യൂറോയിൽ എഫക്റ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1.1500 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് രജിസ്റ്റർ ചെയ്തു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കൊടുക്കുന്ന ലാസ്റ്റ് ബാച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നത്. രണ്ടും സെയിം കാര്യങ്ങളായിരിക്കും പറയുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതുമായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, 4 ദിവസവും ഈ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. 7:30-ക്കോ 10:30-ക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ കയറാം. സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് സെഷനും, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ റെക്കോർഡഡ് സെഷനും തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഏകദേശം ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യാം എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, അത് മാത്രമല്ല, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ നോക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. നമുക്ക് സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ പല ബ്രോക്കേഴ്സും വർക്ക് ചെയ്യുന്നില്ല, വിഡ്രോവലിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടാണ്. സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ. കാരണം എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസ്, UK ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ്, അതേപോലെ തന്നെ UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല റെഗുലേഷൻസും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്ന പൈസയുടെ $100,000 വരെ നമ്മുടെ ലോയ്ഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എന്താ പറയുക, അതായത് $100,000 വരെ ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഇവിടുത്തെ UK ബേസ് ചെയ്തിട്ടുള്ള നമ്പർ 1 ബാങ്കാണ് ആ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ടൈറ്റ് സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ UK ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ $1,000 100% ബോണസും പ്ലസ് സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ വെളിയിലുള്ള ആൾക്കാർ, ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ $500 50%, ബാക്കിയുള്ള ഡെപ്പോസിറ്റിൻ്റെ 20%, പിന്നീട് നിങ്ങൾ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ 20% ബോണസും നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു $1,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏകദേശം 1400
$450 ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ബ്രോക്കറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് ത്രൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുന്ന പേഴ്സണലായിട്ടുള്ള എന്താ പറയുക ഓഫേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY 148 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. 148 അവിടുന്ന് സെല്ലെടുക്കാനായിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇതുവരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും അടിച്ചിട്ടില്ല. സോ ഇവിടുന്ന് എന്താണ് എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. CPIയുടെ ഡേറ്റ വരുന്നുണ്ട്, അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്ന് നമുക്ക് നാളത്തേക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നാളെ നമുക്ക് 148 അടുത്ത് കിട്ടിയാൽ 148 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. 148 താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്ത് പോവാം. നേരെ CPIയുടെ ഡേറ്റ വന്നിട്ട് മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയി 146 വരെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ല രീതിയിലുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയും എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.16108 എന്ന് പറഞ്ഞ് നിൽക്കുന്നു. 1.1580 വരെ ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. സോ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ 1.1500 അവിടെ കിട്ടിയാൽ CPI ഡേറ്റ വരുമ്പോൾ 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെള്ളിയാഴ്ചത്തെ US പ്രസിഡൻറ്റും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു മീറ്റിംഗ്, അത് ഉറപ്പായിട്ടും യൂറോയുടെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3458 എന്ന് പറയുന്ന റേഞ്ചിലാണ്. നമുക്ക് ഒന്നും കൂടെ ഇന്നലെ നമുക്ക് 1.3400 അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്ത് ഓൾമോസ്റ്റ് 70 പിപ്പിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആ പ്രോഫിറ്റ് എടുത്ത് മാറുക. വീണ്ടും 1.3400 അവിടെ വീണ്ടും കിട്ടിയാൽ വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ നമുക്ക് 3400 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് 3340 വരെയൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, 3360 3340 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. വേണം എന്നുള്ള ആൾക്കാർക്ക് 3360 അവിടുന്ന് സെല്ലെടുത്ത് $15 പ്രോഫിറ്റ് എടുത്ത് മാറാം. 3340 അടുത്തുനിന്ന് ബൈ എടുത്ത് 3350-55 റേഞ്ചിൽ ക്ലോസും ചെയ്യാം. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് CPIയുടെ ഡേറ്റ വരുന്നത് വരെ. അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3400 വരെ പോകാം, അല്ലെങ്കിൽ 3300 വരെ പോകാം, അല്ലെങ്കിൽ 3380 വരെയോ അല്ലെങ്കിൽ 3330 വരെ മാർക്കറ്റ് സഞ്ചരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടിട്ട് കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് CPIയുടെ ഡേറ്റ കഴിഞ്ഞിട്ട് നാളെ 3330 മുകളിലായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. നാളെ രാവിലെ 3330 അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 3300 അവിടെ മാർക്കറ്റ് ക്ലോസ് ആയി 300 മുകളിലായിട്ടാണ് മാർക്കറ്റെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അയച്ചു കൊടുക്കുക. ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ സാഹസത്തിനൊന്നും പോവാതെ ഒരു 2 മണിക്കൂറിനകത്ത് വെച്ചിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.